Hello, hi, dear friends. എന്താണ് ഇപ്പോൾ മുറ്റത്തിറങ്ങി നിൽക്കുന്നതെന്നായിരിക്കും അല്ലേ? ഇന്ന് നമ്മുടെ കുക്കിംഗ് വ്ളോഗ് ഷൂട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി പറഞ്ഞാൽ നമ്മുടെ ഓണം സീരീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഫുൾ ഡേ ഷൂട്ട് കഴിഞ്ഞു, കുറേ ഐറ്റംസ് എടുത്തു. ഇന്നും കുറേ ഷൂട്ട് ചെയ്തുകൊണ്ട് ഇരിക്കേണ്ട ഒരു ദിവസമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു സ്പെഷ്യലായിട്ട് എൻ്റെ ഒരു ഹെയർ കെയറും കൂടി ഇതിൻ്റെ കൂടെ കപ്പിൾ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ എപ്പോഴും പറയില്ലേ ഹെയർ കെയറിൻ്റെ കാര്യം. അപ്പോൾ ഓയിൽ മസാജ്, സ്കാൽപ്പിന് ഓയിൽ മസാജ് കൊടുക്കുന്ന എപ്പോഴും നല്ലതാണ്. അതൊരു ഹെയർ കെയർ റുട്ടീൻ്റെ ഭാഗമാക്കുക. സ്കിൻ മാത്രമല്ല ഹെയർ ഇമ്പോർട്ടൻറ്റ്. ഞാനങ്ങനെ ഇടയ്ക്കൊക്കെ ഓയിൽ മസാജ് കൊടുക്കുന്ന ആളാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഞാൻ എൻ്റെ മുടിയെ കൂടി ഒന്ന് നല്ലൊരു ഓയിൽ മസാജ് കൊടുത്ത് ഷാമ്പു വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡ്രസ്സ് ചെയ്തിട്ട് നമ്മുടെ കുക്കിംഗ് വ്ളോഗിലേക്ക് പോകാമെന്ന് വെച്ചു. ഡയറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. തലമുടിയുടെ വളർച്ചയ്ക്കും മുടി പൊഴിച്ചിൽ തടയാനും ഒക്കെ ആവശ്യമാണ്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ ഹെയറിനും ഒരു ഡയറ്റ് വേണം, ഒരു ഹെൽത്തി ഡയറ്റ് വേണം. ഹെയറിന് എന്താണ് ഭക്ഷണം അല്ലേ? അപ്പോൾ അതിനാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓയിൽ മസാജാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത്. അത് ട്രൂ ഹെയറിൻ്റെ ഓയിലാണ്, അത് നല്ലതാണ്. നമ്മൾ പണ്ട് കാലത്തൊക്കെ പണ്ട് കാലത്താണെങ്കിലും ഇപ്പോഴാണെങ്കിലും ഒക്കെ ഓയിൽ മസാജ് ചെയ്യുമ്പോൾ, ഞാൻ എപ്പോഴാണെങ്കിലും ഓയിൽ മസാജ് ചെയ്യുമ്പോൾ ഓയിൽ ചൂടാക്കിയിട്ടാണ് ചെയ്യുന്നത്. ഒരു ചെറു ചൂടോട് കൂടിയാണ് എടുക്കുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഒരു പാത്രം, അതൊരു സ്റ്റീലാകാം അല്ലെങ്കിൽ ഒരു മെറ്റാലിക് പാത്രമാകാം, അതിങ്ങനെ നമ്മൾ ഗ്യാസിൽ വെച്ച് ചൂടാക്കി നല്ല ചൂടായി കഴിഞ്ഞിട്ട് ആ അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട്, ഇപ്പോൾ ബോഡി മസാജിനാണെങ്കിലും ഹെയർ സ്കാൽപ്പിനാണെങ്കിലും അങ്ങനെയാണ് ചെയ്യുന്നത്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ ആവശ്യത്തിനുള്ള ചൂട് കിട്ടും. ഇപ്പോൾ കുഴമ്പ് തേക്കുമ്പോഴൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതും ഇങ്ങനെ ചെറുതായിട്ട് ചൂടാക്കിയിട്ടാണ് നമ്മൾ മസാജ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ട്രൂ ഹെയറിൻ്റെ ഒരു പാക്കേജ് എന്ന് പറഞ്ഞാൽ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാര്യം ഒരു 4-in-1 പാക്കേജാണ്. അതിനകത്ത് നമ്മുടെ ഓയിൽ നമുക്ക് ചൂടാക്കാനുള്ള ഒരു പ്ലഗ്-ഇൻ കാര്യമുണ്ട്. അത് ഇലക്ട്രിക് ഹീറ്റിംഗ് ആണ് അതിൽ വരുന്നത്. അത് ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണ്. അപ്പോൾ ഹെയർ ഓയിൽ വിത്ത് ഹീറ്റർ, ഷാമ്പൂ, പിന്നെ അതിൻ്റെ കൂടെ ഒരു സെറം, പിന്നെ ഒരു സപ്ലിമെൻറ്റ്, ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് വരുന്നത്. ഇതെല്ലാം കൂടി ചേർന്നിട്ട് 689 രൂപയാണ് അവർ മേടിക്കുന്നത്. അത്രേ ഉള്ളൂ. എല്ലാം കൂടി ഒരു പാക്കേജാണ്. ആയുർവേദിക് വാം ഓയിൽ തെറാപ്പി എന്നാണ് പറയുന്നത്. ചൂടാക്കിയിട്ട്, അത് നമ്മളൊക്കെ പണ്ടേ ചെയ്യുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഈ പ്ലഗിൽ വെച്ചിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. 13 ഹെർബൽ പ്രോഡക്ട്സ് ആണുള്ളത്. അതിൽ ചെമ്പരത്തിയുടെ പൂവുണ്ട്, ബൃങ്കരാജയുണ്ട്, ആലോവേറ ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ബ്രഹ്മിയുണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ നോക്കി ഇത് ക്യൂട്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ പ്ലഗ് ഇൻ ചെയ്യുന്നു. എന്നിട്ട് സ്വിച്ച് ഇടുമ്പോൾ അതിലൊരു ചുമന്ന ലൈറ്റ് കത്തും. സ്വിച്ച് ഇടുന്നു, അപ്പോൾ റെഡ് ലൈറ്റ്. ഇനി നമുക്ക് ആവശ്യമുള്ള ഓയിൽ അതിനകത്തേക്ക് ഒരു ചെറിയ കിണ്ണം ഉണ്ടല്ലോ, അതിലൊഴിക്കുന്നു. ഓക്കെ. അപ്പോൾ ഇതൊരു 4 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ കറക്റ്റ് ആയിരിക്കും. 65 ഡിഗ്രി ചൂടായി കഴിയും. ആ 4 മിനിറ്റ് കൊണ്ട് നമുക്ക് ആവശ്യമുള്ള ചൂടായി കഴിയും. അത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് 4 മിനിറ്റ്സ് കഴിയുമ്പോൾ ആ ലൈറ്റ് ഓഫാകും. ഓക്കെ. ഒരു അടപ്പുണ്ട് അതിന്. ഓക്കെ, അടച്ചു വയ്ക്കാം. ഓക്കെ. അപ്പോൾ 4 മിനിറ്റ്സ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഓഫായി കഴിഞ്ഞു. അപ്പോൾ കറക്റ്റ് ചൂടിൽ നമ്മുടെ എണ്ണ ഹീറ്റായി. ഓക്കെ, സ്വിച്ച് ഓഫ് ചെയ്യട്ടെ. ഓക്കെ, റെഡി ആയി കഴിഞ്ഞു. ഇനി ഇത് നമ്മൾ നന്നായിട്ട് സ്കാൽപ്പിൽ മസാജ് ചെയ്യാം. ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, പലർക്കും അറിയില്ല നമ്മുടെ ഹെയറിന് ഏത് ടൈപ്പ് ഓഫ് ഓയിലാണ് നല്ലത്. ഒരുപാട് പേര് ചോദിക്കും, ഒണിയൻ ഹെയർ ഓയിൽ നല്ലതാണോ, ഏതാണ് നല്ലത്, ഇങ്ങനെ ചോദിക്കില്ലേ പലരും, പല ടൈപ്പ് ഓഫ്. അത് കറക്റ്റ് ചൂടാണ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസ് പറഞ്ഞാൽ നല്ലെണ്ണയിലാണ് ഇവരിത് ചെയ്തിരിക്കുന്നത്, ജെഞ്ചിലി ഓയിൽ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒന്നും പേടിക്കണ്ട. ഇവരുടെ ഈ ട്രൂ ഹെയറിൻ്റെ വെബ്സൈറ്റിൽ കയറി നോക്കുക. അപ്പോൾ ട്രൂ ഹെയർ 3 സ്റ്റെപ്പ് അനാലിസിസ് അതിനകത്ത് ഉണ്ടാകും. ആയുർവേദിക് ഡോക്ടേഴ്സ് അത് ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഹെയറിൻ്റെ ടൈപ്പ്, നിങ്ങളുടെ ബോഡി ടൈപ്പ് എല്ലാം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഏതെണ്ണയാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് അതിൽ തന്നെ പറയുന്നുണ്ടാവും. അതനുസരിച്ച് നിങ്ങൾ മേടിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ഓയിൽ മസാജ് സ്കാൽപ്പ്. നമുക്ക് കയ്യിൽ ഒഴിക്കാൻ പറ്റുന്ന ആ കറക്റ്റ് ചൂടാണ്. സ്കാൽപ്പിലേക്കൊക്കെ ഒന്ന് പുരട്ടിയിട്ട് അപ്പം ഈ രീതിയിലാണ് നമ്മുടെ സ്കാൽപ്പിനെ മസാജ് ചെയ്തെടുക്കേണ്ടത്. ഈ ഓയിൽ മസാജ് എന്നുള്ള കാര്യം ഇപ്പോൾ ട്രീറ്റഡ് ഹെയർ ആണെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാതിരുന്നാൽ മതി. കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഓയിൽ മസാജ് എല്ലാം ചെയ്യാം. അപ്പോൾ ഒരു 2-3 മിനിറ്റ്, 3-4 മിനിറ്റിൻ്റെ ഹെയർ മസാജ് സൂവ് കെട്ടി വയ്ക്കുന്നു. ഇനി വേണ്ടത് ഒന്നുമില്ല, ഒരു 1 hour വെയിറ്റിംഗ് ടൈമാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇത് നിങ്ങൾക്ക് വാങ്ങണം തോന്നുകയാണെങ്കിൽ ഈ ട്രൂ ഹെയറിൻ്റെ ഈ ഒരു പാക്കേജൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ആ ഒരു 4-in-1 പാക്ക് വേണമെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ടാകും അവരുടെ ലിങ്ക്. അപ്പോൾ ആ ലിങ്കിൽ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ അവരുടെ വെബ്സൈറ്റിലേക്ക് പോകും. അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ, ആ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്താൽ 20% ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ ലിമിറ്റഡ് ഓഫറേ ഉള്ളൂ എന്നാണ് പറയുന്നത്. എന്തായാലും ഈ ലിങ്ക് വഴി പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ ഓരോ പർച്ചേസിൻ്റെയും 5% എമൗണ്ടിൻ്റെ 5% റൂറൽ ചിൽഡ്രൻ എഡ്യൂക്കേഷന് വേണ്ടി ഈ കമ്പനി, ദാറ്റ് ഇസ് ട്രൂ ഹെയർ കമ്പനി,
ചിലവാക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു എന്താ പറയുക സോഷ്യൽ കോസിനും കൂടി അത് ഉപയോഗപ്പെടുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാൻ എന്തായാലും 1 മണിക്കൂർ കഴിഞ്ഞ് കുളിച്ചിട്ട് പിന്നെ പെട്ടെന്ന് റെഡിയായിട്ട് പോകണ്ടേ, നമ്മുടെ കുക്കിംഗ് വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യണ്ടേ. ഓക്കെ, കുളി കഴിഞ്ഞു. അപ്പോൾ ഇനി ജസ്റ്റ് ഒന്ന് ഡ്രൈ ചെയ്താൽ മതി. അപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ വളരെ പെട്ടെന്ന് 1 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് വാഷ് ചെയ്യുന്നത്. പിന്നെ ഡ്രൈ ചെയ്തോ. ഓക്കെ, കാണുന്നുണ്ടല്ലോ തലമുടിയുടെ ഒരു രീതി. ഓക്കെ, കണ്ണാടി വെച്ചോട്ടെ. അപ്പോൾ നന്നായിട്ട് ഷാംപൂ ചെയ്ത് ഞാൻ ഡ്രൈ ആക്കി കഴിഞ്ഞു. 2 കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മളിനി ട്രീറ്റഡ് ഹെയർ ആണെങ്കിലും അല്ലെങ്കിലും ആഴ്ചയിൽ മിനിമം 1 ദിവസമെങ്കിലും ഒരു ഓയിൽ മസാജ് ആവശ്യമാണ് സ്കാൽപ്പിന്. അപ്പോൾ ഇതൊരു നല്ല ഓയിലാണ് ട്രൂ ഹെയറിൻ്റെ. ഇതൊരു ആയുർവേദിക് വിത്തൗട്ട് നോ കെമിക്കൽസ്. പിന്നെ സ്കാൽപ്പ് എപ്പോഴും ക്ലീൻ ആയിരിക്കണം. പിന്നെ ഓയിൽ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഓയിൽ അത് അവിടെ ഇട്ടേക്കരുത്. ഞാൻ 1 മണിക്കൂർ ഇട്ടിരുന്നുള്ളൂ, അത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ആയിട്ട് വാഷ് ഔട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യണം. ഒരു തുള്ളി എണ്ണ പോലും സ്കാൽപ്പിൽ ബാക്കി വെക്കരുത്. ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്ത് കളയണം. അപ്പോൾ ട്രൂ ഹെയറിൻ്റെ ഷാമ്പൂ ഉണ്ട്, അത് വെച്ചിട്ട് വേണമെങ്കിൽ വാഷ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നന്നായിട്ട് ഉണക്കി സൂക്ഷിക്കുക. അത് ഒന്നുകിൽ ടവൽ ഡ്രൈ ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലെ മൈൽഡായിട്ട്. ഹെയർ ഡ്രയർ ഉപയോഗിക്കുമ്പോഴും ഭയങ്കര ചൂടിൽ, ഞാൻ വളരെ മൈൽഡായിട്ടുള്ള ചൂടിൽ മാത്രമേ ചെയ്യാറുള്ളൂ. പറ്റുമെങ്കിൽ കോൾഡായിട്ടാണ് ഞാൻ ചെയ്യുന്നത്, വലിയ ചൂട് ഉപയോഗിക്കാറില്ല. അങ്ങനെ ചെയ്ത് സൂക്ഷിക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുടി വളരെ ഹെൽത്തി ആയിരിക്കും. അപ്പോൾ എനിക്കിനി അതേ സമയമില്ല, ഞാൻ ഇനി ഡ്രസ്സൊക്കെ മാറാനുണ്ട്, സെറ്റ് മുണ്ടൊക്കെ കൊടുക്കണ്ടേ. നമ്മുടെ ഓണം സീരീസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഡ്രസ്സ് ചെയ്തിട്ട് നമുക്ക് കിച്ചണിൽ വെച്ച് കാണാം. കൊച്ചെടുക്കുക. അങ്ങനെ നമ്മളുടെ ഓണം സീരീസ് 2021 പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓണസദ്യയ്ക്ക് വേണ്ട സദ്യവട്ടങ്ങളുടെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ, കാര്യം നമ്മളിതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ട്രഡീഷണൽ സ്റ്റൈലിൽ ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു കഴിഞ്ഞു. നമ്മുടെ 2019 ഓണം സീരീസും 2020 ഓണം സീരീസിൽ. ഇത് നമ്മുടെ 3ാമത്തെ സീരീസാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ വിചാരിക്കണം വെജിറ്റബിൾസ് ഒന്നും ഇല്ലെങ്കിലും നമുക്കൊരു തോരൻ വെക്കാമല്ലോ. അപ്പോൾ ഏറ്റവും എളുപ്പമുള്ളൊരു കാര്യമാണ്, നിങ്ങൾക്കൊരു ചേഞ്ചിന് ഉണ്ടാക്കി നോക്കാൻ പറ്റിയ കാര്യമാണ്. വളരെ വളരെ സ്വാദാണ്. അത് പച്ചക്കറി അല്ല എന്ന് ആരും പറയില്ല, വേറൊന്നുമല്ല കേട്ടോ, അത് അവലാണ്. അവൽ തോരൻ. അവൽ തോരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെജിറ്റബിൾ തോരൻ ഉണ്ടാക്കുന്ന പോലെ തന്നെ സ്വാദോടുകൂടി കഴിക്കാം. ആർക്കും മനസ്സിലാവില്ല. എല്ലാവരും നല്ല മുരിഞ്ഞ തോരനില്ലേ, നമ്മളിങ്ങനെ കല്യാണ സദ്യക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഇലയിൽ വിളമ്പുന്ന ആ ഒരു തോരൻ പോലെ തന്നെ ഇരിക്കും, നല്ല ഫ്രൈഡ് ആയിട്ട് നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളറിൽ. അപ്പോൾ അത് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1.5 കപ്പ് അവലെടുത്ത് വെച്ചിട്ടുണ്ട്. അവലെന്ന് പറയുമ്പോൾ ഇപ്പോൾ 2-3 ടൈപ്പ് അവൽ കിട്ടും. വൈറ്റ് കളർ കിട്ടും, ബ്രൗൺ ആയിട്ടുള്ളതും കിട്ടും. അതായത് നമ്മുടെ കുത്തരിയുടെ അവലും. വേറൊരു കാര്യം എന്താ വെച്ചാൽ ഫ്ലാറ്റായിട്ട് നല്ല മെഷീൻ മെയ്ഡ് ആയിട്ടുള്ള അവൽ ഒരുപാട് കിട്ടുന്നുണ്ട്. വളരെ തിന്നായിരിക്കും, ഭയങ്കര ഫ്ലാറ്റായിരിക്കും. പക്ഷേ ഈ തോരന് നല്ലത് അല്ലാതെ കുത്തവലാണ്. അങ്ങനെ പറഞ്ഞ് തന്നെ വാങ്ങാം. ദേ നോക്കിക്കോളൂ, ഇത് നോക്കിയേ, ഒരുപാട് അങ്ങോട്ട് ഫ്ലാറ്റ് ആക്കിയിട്ടില്ല, അത്യാവശ്യം കട്ടിയുണ്ട്. ഭയങ്കര കട്ടിയാണെന്ന് ചോദിച്ചാൽ അല്ല കേട്ടോ, എന്നാലും ആവശ്യത്തിന് കട്ടിയുണ്ട്. എന്നാൽ ഫ്ലാറ്റ് ആണെങ്കിൽ ഫ്ലാറ്റാണ്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിയത് ഇങ്ങനെയാണ്, മട്ട റൈസ് ഫ്ലേക്സ് എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടും. ഓക്കെ, അതിൽ നിന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതാണ് ഞാൻ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്, ഈ ടൈപ്പ് ഓഫ് അവൽ. അപ്പോൾ അവലിവിടെ ഇരിക്കട്ടെ ഒരു സൈഡിൽ. പിന്നെ അതുപോലെ നമ്മൾ ചതച്ചെടുക്കാനായിട്ട് 2 കാര്യം, 2 അല്ല 3 കാര്യം. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. 2 വലിയ പച്ചമുളകും, ഒരു വലിയ അല്ലി വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 3 എണ്ണം. ഇതിപ്പം വലുത് അങ്ങനെ പറയാനില്ല, അതുകൊണ്ട് ഞാനൊരു 5 എണ്ണം എടുക്കുന്നു, അത്ര വലുതല്ലാത്തതുകൊണ്ട്. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, പക്ഷേ ഇതിലിപ്പോൾ ചെറുതായതുകൊണ്ട് ഞാൻ 2 ചെറിയ കഷ്ണം ഇഞ്ചി. ഇത് 3 കാര്യങ്ങൾ, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചെടുക്കാം, അതൊരു കാര്യം. ഇത് കൂടാണ്ട് നമുക്ക് 1 കപ്പ് തേങ്ങ ചെറുകിയത്. അത് നിങ്ങൾക്ക് ഇഷ്ടത്തിന് 1.5 കപ്പ് വരെ ആകാം, എങ്കിലും ഞാനിപ്പോൾ 1 കപ്പ് ചേർക്കുന്നുള്ളൂ. ആ 1 കപ്പ് തേങ്ങ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മിക്സിയിലിട്ട് ഒരു അടി. അപ്പോൾ ആ ഒരു അടി അടിക്കുമ്പോൾ ചെറുതായിട്ടല്ല, എല്ലാം ഈവനായിട്ട് ഉള്ള രീതിയിൽ വരും. അല്ലെങ്കിൽ പലതും പല ഷേപ്പിലിരിക്കും. നമ്മളെന്തായാലും ചതച്ച് തോരൻ്റെ ഭാഗത്തിന് ചതച്ചെടുക്കുന്നില്ലല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ 1 അടി അടിച്ചിട്ട് തേങ്ങയും റെഡിയാക്കാം. ഇതാണ് ആദ്യത്തെ കാര്യം. 2 ചെറുത് ഇഞ്ചി. പിന്നെ ഇത് അത്ര വലുതല്ലാത്തത് കൊണ്ട് 5 എണ്ണം എടുക്കണം, വലുതാണെങ്കിൽ 3 മതി. ഇതെല്ലാം കൂടി ചതയ്ക്കാം.
അപ്പോൾ നമ്മുടെ കാര്യങ്ങളെല്ലാം ചതച്ച് കിട്ടി. ഇനി നമുക്ക് തേങ്ങ ഒന്ന് ചതച്ചെടുക്കാം. ചതയ്ക്കാൻ വെച്ചാൽ മിക്സിയിലിട്ട് ഒരടി. ഇത്രേ ഉള്ളൂ, സിമ്പിൾ, പെട്ടെന്ന് തന്നെ ചതഞ്ഞ് കിട്ടും. അപ്പം ഇതിവിടെ ഇരിക്കട്ടെ, മിക്സിയിൽ തന്നെ വെച്ചേക്കാം. ഒരു സമയമാകുമ്പോൾ ചേർക്കാം. അപ്പോൾ ഇനി നമ്മൾക്ക് തുടങ്ങാം. ഇത്രേ ഉള്ളൂ, ഇത്രയും തയ്യാറാക്കി വെച്ചിട്ട് അങ്ങോട്ട് തുടങ്ങുന്നു. അപ്പം നമുക്കിനി തുടങ്ങാം. ചതച്ച കാര്യങ്ങൾ റെഡിയാണ്, തേങ്ങയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തന്നെ താളിച്ച ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ എടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ കടുക് ചേർക്കാം. ആദ്യം കടുക്, കുറച്ച് ഉഴുന്ന് പരിപ്പ് 1 ടീസ്പൂൺ. മുഴുവൻ ഉഴുന്നാണ് ഇട്ടിരിക്കുന്നത്, പിളർന്നതല്ല. വറ്റൽ മുളകും, തീ കുറച്ചിട്ട് വേണം ഈ കാര്യങ്ങളൊക്കെ ചേർക്കാൻ. പിന്നെ കുറച്ച് കറിവേപ്പില. ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന മസാലയും കൂടി ചേർക്കാം. അതായത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ നിറം മാറാൻ തുടങ്ങി. അത് ചെറുതായിട്ട് മാറുമ്പോൾ ഈ തേങ്ങ നമ്മൾ ചതച്ചില്ലേ, ആ ഒരു ഒറ്റടി അടിച്ചത് അതെടുക്കാം, ഇതിനകത്തേക്ക് ചേർക്കാം. ഇത് 1 കപ്പാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ 1.5 കപ്പ് വരെ ആകാം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഈർപ്പം നന്നായിട്ട് മാറണം. തേങ്ങയുടെ കുറച്ച് ഡ്രൈ ആകണം. നിറം മാറണ്ട, കംപ്ലീറ്റ് ബ്രൗൺ ആകണ്ട, എങ്കിലും ചെറുതായി നിറം മാറാൻ തുടങ്ങുന്ന ഒരു പാകം. നന്നായിട്ട് അത് ഡ്രൈ ആയിട്ട് വരണം, അതിൻ്റെ കംപ്ലീറ്റ് ഈർപ്പവും മാറണം. അതുവരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും. അപ്പം തേങ്ങ വറുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നമുക്ക് അവലിനെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. സെറ്റ് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന അവലെടുത്തിട്ട് ഒരു അരിപ്പയിൽ കൂടി ഇങ്ങനെ ഇടുക കുറച്ച്, എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുതിർക്കുന്നു. കുതിർക്കുക എന്ന് വെച്ചാൽ കുതിർത്ത് വെക്കുകയല്ല, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 1 മിനിറ്റ് വെച്ചിട്ട് അപ്പം തന്നെ മാറ്റണം. നമ്മളെടുത്ത അവൽ, ഇതിപ്പോൾ 1.5 കപ്പ് അവലാണ്. അരിപ്പയിലേക്ക് ഇട്ടിട്ടാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിക്കാം, കാണുന്നുണ്ടല്ലോ, അത്രേ ഉള്ളൂ. ഇങ്ങനെ കംപ്ലീറ്റ് എല്ലായിടത്തും വെള്ളം എത്തണം. ഇങ്ങനെ വെള്ളത്തിൽ നനച്ചിട്ട് കാണുന്നുണ്ടല്ലോ, 1 മിനിറ്റ് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ഇങ്ങനെ തട്ടി വെച്ച് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ ആ ഒരു സോഫ്റ്റ്നെസ് വരും, എന്നാൽ കുഴഞ്ഞു പോവില്ല. ആ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് വെള്ളം ഒഴിച്ചിട്ട് 1 മിനിറ്റ് അങ്ങനെ തന്നെ വയ്ക്കുക ആ അരിപ്പയിൽ. അത് കഴിഞ്ഞിട്ട് പാത്രത്തിൽ തട്ടി വയ്ക്കുമ്പോൾ അത് കറക്റ്റ് സോഫ്റ്റ്, ആവശ്യത്തിന് സോഫ്റ്റ് ആയിട്ടിരിക്കും. ഇത്രേ ഉള്ളൂ, സിമ്പിൾ. അപ്പോൾ നമ്മുടെ തേങ്ങ ഏതാണ്ട് റെഡിയാകും. ഇപ്പം നോക്കിയേ, കംപ്ലീറ്റ് ഡ്രൈ ആയി, തേങ്ങയുടെ ഈർപ്പമെല്ലാം വലിഞ്ഞു, ചെറുതായി നിറം മാറാൻ തുടങ്ങുന്ന ഈ ഒരു പാകം. ഈ സമയത്ത് തീ നന്നായിട്ട് കുറച്ചിട്ട് നമുക്ക് പൊടികൾ ചേർക്കാം. പൊടികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ പിരിയൻ മുളകിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഒരല്പം ജീരകം വറുത്ത് പൊടിച്ചത് 1/2 ടീസ്പൂൺ ചേർക്കണം. നമ്മൾ ജീരകം അരച്ചൊന്നും ചേർത്തിട്ടില്ലല്ലോ, അതുകൊണ്ട് തോരനല്ലേ, ഒരു 1/2 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ജീരകം, നല്ല ജീരകം. ഈ തോരൻ വളരെ സ്പെഷ്യലാണ്. ഇതിനല്പം ഗരം മസാലപ്പൊടിയും കൂടി നമ്മൾ ചേർക്കും. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർക്കും. ആഹാ, നല്ല മണം. ഓ മൈ ഗോഡ്. ഒന്ന് ജസ്റ്റ് ഒന്ന് നല്ലോണം തീ കുറച്ചിട്ടാണ് ഇത് ചേർക്കുന്നത്. അപ്പോൾ പൊടികൾ ഇട്ട് കഴിഞ്ഞാൽ സെക്കൻഡ്സ് മതി, കാര്യം നല്ല ചൂടായി ഇരിക്കുമല്ലേ ബാക്കി കാര്യങ്ങളെല്ലാം, പാത്രം പ്രത്യേകിച്ച്. ഇനി നമ്മൾ എന്താ ചെയ്യണേ, അവൽ. അപ്പോൾ നമ്മുടെ പൊടികളെല്ലാം കറക്റ്റായിട്ട് പാകത്തിന് മൂത്ത് കഴിഞ്ഞു. നമ്മളിത് വെള്ളത്തിൽ കുതിർത്ത് പെട്ടെന്ന് കഴുകിയെടുത്ത അവൽ. ഇത് നമുക്ക് അവൽ നന്നായിട്ട് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ
അപ്പോൾ അവൽ ഒരുപാട് കുതിർന്നു പോയാലെല്ലാം കുഴഞ്ഞു പോകും. ഇതങ്ങനെയല്ലല്ലോ, കറക്റ്റ് പാകമാണ്. ഇനി ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം. ഉപ്പ് ചേർത്തില്ലല്ലോ, ഉപ്പും കൂടി ആകാം. പാകത്തിനുള്ള ഉപ്പ്. എന്നിട്ട് ഇത് നന്നായിട്ട് മുരിച്ചെടുക്കാം. അപ്പോൾ എത്രത്തോളം മുരിയണം അത് നമ്മളുടെ ഇഷ്ടമാണ്. അത്ര നേരം അടുപ്പിൽ ചെറിയ തീയിലിട്ട് ഇങ്ങനെ ഇളക്കി ഇട്ടാൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതിയാകും. ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട്. അത്യാവശ്യം നല്ല എരിവുള്ള ഒരു തോരനായിരിക്കും, മസാലയുടെ മണമുള്ള തോരൻ. അപ്പം മുളക് പൊടി ഞാൻ 2 ടീസ്പൂൺ പറഞ്ഞു, തല വട്ടി എടുത്താൽ മതി, കുമിച്ചെടുക്കണ്ട. പിന്നെ അത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ആയാലും മതി. കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ടല്ലോ, പിന്നെ 2 പച്ചമുളകും ചേർത്ത്. അപ്പോൾ ആക്ച്വലി നല്ല എരിവുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കുരുമുളക് പൊടി ചേർക്കുകയാണെങ്കിൽ മുളക് പൊടി 1 ടീസ്പൂണോ 1.5 ടീസ്പൂൺ ആയാലും മതി. പിന്നെ അധികം ഒരുപാട് എരിവുള്ള മുളക് ആണെങ്കിൽ പച്ചമുളക് 1 ആയാലും മതി. അപ്പോൾ നമ്മളിങ്ങനെ ഈ സദ്യയിലൊക്കെ കാണാറില്ലേ, കല്യാണ സദ്യയിൽ ഇങ്ങനെ മുരിഞ്ഞ തോരൻ, നല്ല ഈ ഒരു ബ്രൗൺ കളറിൽ, അത് മിക്സ്ഡ് വെജിറ്റബിൾ. അതാണ് ഞാൻ ലാസ്റ്റ് ടൈം കാണിച്ചത്, അതായത് 2019 ഓണം സീരീസിൽ. ഇതിപ്പോൾ അതുപോലെ തന്നെ ഇരിക്കും. അറിയില്ല ഇത് അവലാണെന്ന്, അത്രയ്ക്ക് മുരിച്ചെടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് മുരിച്ചെടുക്കാൻ പറ്റും. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ തലേ ദിവസം തന്നെ ചെയ്ത് വയ്ക്കാം. ഈ തോരനൊന്നും കേടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് തലേ ദിവസം തന്നെ സദ്യവട്ടത്തിൻ്റെ ചില കാര്യങ്ങൾ ചെയ്ത് വയ്ക്കാമെന്ന് ഞാൻ പറയുന്നുണ്ടല്ലോ. ആ കൂട്ടത്തിൽ ഈ തോരനെ കൂടെ ഉൾപ്പെടുത്തിയാൽ അവൽ തോരനാണെങ്കിൽ കേടാകില്ല. നന്നായിട്ട് മുരിച്ചെടുത്ത് വെച്ചാൽ മതി. പിറ്റേ ദിവസം നല്ല ഫ്രഷായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ തലേ ദിവസം രാത്രി ചെയ്ത് വയ്ക്കും. ഇപ്പം നോക്കിയാൽ നമ്മളുടെ തോരൻ നല്ല മുരിഞ്ഞ് റെഡിയായി. ആ കളർ കാണുമ്പോൾ അറിയില്ലേ. അപ്പോൾ ഇത് കേടാകില്ല എന്ന് പറയാനൊരു പ്രധാന കാരണം നമ്മൾ തേങ്ങ വറുത്തിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ അവലാണ്, അവലും നല്ല ഡ്രൈ ആക്കി എടുക്കുന്നു. ഒന്നും പേടിക്കണ്ട. കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. തീ ഓഫ് ചെയ്യാം. ഞാൻ ഈ ഒരു ഭാഗത്തിനാണ് എടുക്കുന്നത്. ഇതിനെക്കാട്ടിലും കുറച്ചുകൂടെ വേണമെങ്കിലും മുപ്പിക്കാം, അത് നമ്മുടെ ഇഷ്ടം, എത്ര വേണമെങ്കിലും. ഇത് നല്ല അത്യാവശ്യം നല്ലൊരു എന്താ പറയുക, നല്ല മുരിഞ്ഞിട്ടുമുണ്ട്. ആവശ്യത്തിന് നമുക്ക് ഒരു സോഫ്റ്റ്നെസ്സും ഉണ്ടാകും. അങ്ങനെ നമ്മുടെ സദ്യ തോരൻ റെഡി. നല്ല മുരിഞ്ഞ തോരൻ. ഇത് അവലാണെന്നൊന്നും പറയാതെ തന്നെ നമുക്ക് ആൾക്കാർക്ക് സെർവ് ചെയ്യാൻ പറ്റും. പക്ഷെ ഭയങ്കര നല്ലതാണ് കേട്ടോ, ഭയങ്കര നല്ല അത്യാവശ്യം സ്പൈസി. പിന്നെ എന്താ പറയുക, ഇച്ചിരി മസാലയുടെ ടേസ്റ്റ്. പിന്നെ മസാലയുടെ ടേസ്റ്റ് തോരന് വേണ്ട, ഇതൊരു സ്പെഷ്യൽ തോരനല്ലേ. തോന്നുകയാണെങ്കിൽ ഗരം മസാല ചേർക്കണ്ട, ബാക്കി കാര്യങ്ങൾ വെച്ച് ചെയ്യാം. പക്ഷെ ഞാൻ അതും കൂടി ചേർത്തിട്ടാണ് ചെയ്തത്. ഇത് വളരെ നല്ലൊരു റെസിപ്പി ആയിട്ടാണ് എനിക്കെപ്പോഴും ഫീൽ ചെയ്യുന്നത്. അപ്പം നമ്മളുടെ സദ്യവട്ടങ്ങളുടെ കൂട്ടത്തിൽ അവൽ തോരൻ ഒരു പ്രധാന കാര്യമായിക്കോട്ടെ. ഒരല്പം ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് ഉപ്പ് നോക്കലുണ്ട് എന്തായാലും. നല്ല ആവശ്യത്തിന് എരിവ്. ചോറിനൂടെയൊക്കെ ബെസ്റ്റ്. അത്യാവശ്യം എരിവുള്ള കറികളൊക്കെ വേണ്ടേ. ഈ തോരൻ നല്ല എരിവുള്ള തോരൻ. അപ്പോൾ ഇനി വീണ്ടും നമ്മുടെ ഓണം സീരീസ് തീരുന്നില്ല. കുറേ നല്ല വിഭവങ്ങൾ ഇനിയും നിങ്ങൾക്കായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ഇനി എന്താ പറയേണ്ടത്, ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് റീക്രിയേറ്റ് ചെയ്യുക. ഇപ്രാവശ്യത്തെ ഓണത്തിന് നിങ്ങളുടെ കുക്കിങ്ങിൻ്റെ ഭാഗമാക്കുക സദ്യയുടെ കൂട്ടത്തിൽ. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് തരിക. അപ്പോൾ എന്തായാലും കമൻറ്റ് ബോക്സിലേക്ക് വരിക. നല്ല അഭിപ്രായങ്ങളൊക്കെ കേൾക്കാനായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. പിന്നെ എന്താ പറയേണ്ടത്, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ആദ്യമായിട്ടാണ് LN വ്ളോഗ്സ് കാണുന്നതെങ്കിൽ, ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് and press the bell icon and be part of LN Vlogs YouTube family. അപ്പോൾ സന്തോഷം. Thank you so much. Thank you for watching and keep on watching Lekshmi Nair Vlogs.